MESൻ്റെ ഡയമണ്ട് ജൂബിലിയോടനുബന്ധിച്ച് കഴിഞ്ഞ സ്റ്റേറ്റ് കമ്മിറ്റിയിലെടുത്ത തീരുമാനത്തിൻ്റെ പ്രകാരം കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലും ആനുകാലിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സെമിനാറുകൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എറണാകുളം ജില്ലയിലെ ഈ വരുന്ന 9-ാം തീയതി 4 മണിക്ക് ആലുവ ടൗൺ ഹാളിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വെല്ലുവിളിയോ ന്യൂനപക്ഷങ്ങളും ഇന്ത്യൻ ഭരണഘടനയും എന്ന വിഷയത്തെ ആസ്പദമാക്കി 2 മഹൽ വ്യക്തികളാണ് സംസാരിക്കുന്നത്. ഒന്ന് ബഹുമാനപ്പെട്ട MP ആരിസ് ബീരാൻ, 2 ഡോക്ടർ PDT ആചാര്യ, ജനറൽ സെക്രട്ടറി ലോകസഭ. ഈ വിഷയം ഇവിടെ തിരഞ്ഞെടുത്തതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഈ കാലഘട്ടത്തിൽ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന ഭരണഘടനാ ലംഘനവും പീഡനങ്ങളുമൊക്കെ നമ്മളെല്ലാവരും മീഡിയങ്ങളിൽ കൂടിയെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുമായി ബന്ധപ്പെട്ട് സമൂഹത്തിലേക്ക് എന്താണ് ഇന്ത്യൻ ഭരണഘടന, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് എന്താണ് ഇന്ത്യൻ ഭരണഘടന എന്നുള്ളതിനെ പറ്റി ഒരു ജനറലായിട്ടൊരു നോളജ് കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു സംഭവം നമ്മൾ 9-ാം തീയതി ഈ സെമിനാർ സംഘടിപ്പിച്ചിട്ടുള്ളത്. ആനുകാലിക കാലഘട്ടത്തിലെ ഏറ്റവും പ്രസക്തമായ വിഷയമാണ് MES ഡയമണ്ട് ജൂബിലിയുമായി ബന്ധപ്പെട്ട് കേരളത്തിലുടനീളം സംഘടിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള പരിപാടിയുടെ ഭാഗമായി എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ 9-ാം തീയതി ശനിയാഴ്ച ആലുവ ടൗൺ ഹാളിൽ 4 മണിക്ക് സംഘടിപ്പിക്കപ്പെട്ടുള്ളത്. വിശദ വിവരങ്ങളടങ്ങുന്ന ഡീറ്റെയിൽസ് തന്നിട്ടുള്ളത് കൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. പക്ഷെ ഇന്ന് ഏറ്റവും പ്രസക്തമായി നിൽക്കുമ്പോൾ പൊതുസമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ കൂടുതൽ നമ്മുടെ യുവതയിൽ അതെത്തിക്കാനും സമാനതകളില്ലാതെ ഒരു സംസ്കാരത്തിൻ്റെ ഉടമകളായി ഈ രാജ്യത്തെ നിലനിർത്തിയ ധീരദേശാഭിമാനികൾ സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഏത് ദീർഘവീക്ഷണത്തോടെയാണ് ഇന്ത്യ എന്ന രാജ്യം സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെ സുശക്തമായ ഭരണഘടന സൃഷ്ടിക്കപ്പെട്ടത്. ആ ഭരണഘടനയിൽ അടിസ്ഥാനപ്പെട്ട് ഇന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ അടുത്ത ദിവസം ഛത്തീസ്ഗഡിൽ നമ്മുടെ കന്യാസ്ത്രീകൾക്കടക്കമുണ്ടായിട്ടുള്ള വിഷയങ്ങൾ നമ്മളെ ഭയാജനകമാക്കുമ്പോൾ ഈ രാജ്യത്തിൻ്റെ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ഭരണഘടനയുടെ പ്രസക്തിയും അതിൻ്റെ ഗൗരവവും പൊതുസമൂഹത്തിലേക്ക് പകർന്നു നൽകുന്നതിനും നമുക്ക് ഓരോരുത്തർക്കും അതിൻ്റെ ഉത്തരവാദിത്തം ഏത് എന്നുള്ളതൊക്കെ വിശദമായി ചർച്ച ചെയ്യപ്പെട്ട് ഈ സമൂഹത്തിലേക്ക് എത്തിച്ച് അതിനെ നിലനിർത്തുക എന്ന ഒരു വലിയ ദൗത്യമാണ്. എല്ലാ കാലഘട്ടങ്ങളിലും 1964 മുതൽ കേരളത്തിൽ തുടക്കം കുറിച്ച MES എന്ന മഹത്തായ പ്രസ്ഥാനം വിദ്യാഭ്യാസ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് മാത്രമല്ല ഇത്തരത്തിലുള്ള സാമൂഹ്യപരമായ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള പരിപാടികൾ നമ്മുടെ സൗഹാർദ്ദവും സ്നേഹവും മതേതരത്വവും ഒക്കെ നിലനിൽക്കുകയും അതടുത്ത തലമുറക്കും അത്തരത്തിലുള്ളത് നിലനിർത്തുകയും എന്ന നമ്മുടെ ദൗത്യവും കൂടി ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുന്നത്. മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി പ്രത്യേകമായി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കി വരുന്ന വിദ്യാഭ്യാസ സാമൂഹ്യ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എല്ലാവർക്കും അറിവുള്ളതാണ്. കഴിഞ്ഞ 60 വർഷക്കാലമായി നമ്മുടെ രാജ്യത്തിൻ്റെ നവോത്ഥാന മേഖലകളിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ MES കാഴ്ചവെച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്തായി നടത്തിയ ചില പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ MES മതേതര സംരക്ഷണ മാസാചരണം നടത്തി. അതിൽ സ്വാതന്ത്ര്യ സമര
വുമായി ബന്ധപ്പെട്ട് അത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളുകളെ സംസ്ഥാന വ്യാപകമായി എല്ലാ ജില്ലകളിലും ക്ഷണിച്ചു വരുത്തി ആചരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ മഹാത്മാഗാന്ധിയുടെ 150-ാം ജന്മവാർഷികവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെമ്പാടും തുഷാർ ഗാന്ധി ഉൾപ്പെടെയുള്ള ആ മേഖലയിലെ പ്രവർത്തകരെയെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് എല്ലാ ഇടങ്ങളിലും MES പരിപാടികൾ സംഘടിപ്പിക്കുകയുണ്ടായി. അങ്ങനെ ഇപ്പം തന്നെ ഈ അവസാന നിങ്ങൾക്കറിയാം ഓണാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ഓണം സൗഹൃദ സമ്മേളനങ്ങൾ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് MES നടത്തി വരികയാണ്. MESൻ്റെ പ്രവർത്തനങ്ങളിൽ മതേതരത്വ ജനാധിപത്യ മൂല്യങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംഘടനയാണ് MES. അതിൻ്റെ ഭാഗമായാണ് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഈ ഒരു വിഷയം ഇന്ത്യയുടെ മതേതരത്വത്തെയും അതുപോലെ തന്നെ ഭരണഘടനയെയും ഒക്കെ കുറച്ചുകൂടി ജനങ്ങളിലേക്ക് അത് എത്തിക്കാനും അവബോധം സൃഷ്ടിക്കുവാനും വേണ്ടിയിട്ടുള്ള MESൻ്റെ ഡയമണ്ട് ജൂബിലി സെമിനാറുകളാണ് സംസ്ഥാനത്ത് നടപ്പാക്കി വരുന്നത്. അതിൻ്റെ സംസ്ഥാന തല പരിപാടിയായാണ് ആലുവയിൽ ശനിയാഴ്ച നടത്തപ്പെടുന്നത്. നമ്മുടെ വളരെ സുന്ദരമായ എല്ലാ രാഷ്ട്രങ്ങളും മാതൃകയായി കാണുന്ന വളരെ പ്രശംസിക്കപ്പെട്ട നമ്മുടെ ജനാധിപത്യ മതേതരത്വ നിലപാടുകൾ, ആ നിലപാടുകൾ ഊട്ടി ഉറപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് MES ഇതിലൂടെ കാണുന്നത്. അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി MES മാത്രമല്ല, എല്ലാ ജനസമൂഹങ്ങളും മാധ്യമ സുഹൃത്തുക്കളും ഉൾപ്പെടെ സമൂഹത്തിലെ എല്ലാവരും അതിനുവേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിൽ ഏതെങ്കിലും ഒരു വിഭാഗമോ സമൂഹമോ സമുദായമോ മാറി നിന്നിട്ടില്ല. വളരെ ചുരുക്കം ആളുകൾ ഒരു ഭരണകൂടമായിട്ടുള്ള പ്രശ്നങ്ങളുടെ പേരിൽ അതിനോട് യോജിക്കുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ നമ്മുടെ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഇത്തരം പ്രശ്നങ്ങളുണ്ടായപ്പോൾ വളരെ സജീവമായി അതിനെതിരെ രംഗത്ത് വന്നിട്ടുള്ള വിഭാഗങ്ങളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ട് MES ഈ മേഖലയിൽ വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലൊക്കെ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഈ ഡയമണ്ട് ജൂബിലി സെമിനാറുകൾ നടത്തുന്നത്.